എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ പ്രാക്ടീസ് എന്നോ ഈ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ എന്നോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ആകുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം പലപ്പോഴും നമ്മളെല്ലാവരും ഒരുപാട് പ്രാക്ടീസസ് ചെയ്തിരുന്നാൽ പോലും ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്ത് പോസിറ്റീവ് ആകാൻ ശ്രമിച്ചാലും നമുക്ക് പലപ്പോഴും അതിന് കഴിയാറില്ല അല്ലേ. എപ്പോഴൊക്കെയോ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഒരു സ്റ്റേറ്റിലോട്ട് പോകാം. അത് മിക്കവരും പറയുന്ന ഒരു ഡൗട്ടാണ്, ഞാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അതുപോലെ ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവർക്ക് ഇന്ന പ്രോബ്ലംസാണുള്ളത്, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് ഈ പ്രാക്ടീസസ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള ഡൗട്ട്. ഇനി നമുക്ക് സെൽഫായിട്ടും ഉപയോഗിക്കാം. നമ്മുടെ പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അഫർമേഷൻസ് ആണ് കേട്ടോ. അതിലും ഇപ്പോൾ അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ചിലർക്കത് ഒരുപാട് സമയമെടുത്ത് ഒരുപാട് നേരം പറയാൻ പറ്റിയെന്നൊന്നും വരില്ല. കുറേയേറെ അഫർമേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അഫർമേഷൻ ഓൺലൈൻ അഫർമേഷൻസ് ആണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് എല്ലാത്തിനുമായി ചേർത്ത് പറയുന്ന ഓൺലൈൻ അഫർമേഷൻസ് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും പറയാം. പക്ഷെ അതിലൊരു കണ്ടീഷൻ, പറയുമ്പോൾ പരിപൂർണമായും ആ ഒരു അഫർമേഷൻ എൻ്റെ ഇന്ന കാര്യത്തിന് വേണ്ടിയാണെന്നുള്ള ആത്മാർത്ഥമായി വിശ്വസിച്ച് നമ്മൾ എത്രത്തോളം നേരം അത് ചാൻറ്റ് ചെയ്യുന്നുവോ അത്രയേറെ നിങ്ങൾക്ക് ഗുണം ലഭിക്കും. ആർക്ക് വേണ്ടിയാണോ നിങ്ങളത് പറയുന്നത് അവർക്കും സെയിം ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ അഫർമേഷനാണ് ഞാൻ ഈ പറയുന്നത്. എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ടൈം ലഭിക്കുന്നത്, എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് ആത്മാർത്ഥമായി ചാൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ അഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ അഫർമേഷന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഫർമേഷൻ പറയുന്നതിന് മുമ്പ് ആ ഒരു കാര്യത്തെ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക. എന്തിനാണ് ഈ അഫർമേഷൻ ഞാൻ പറയുന്നത്? ഒരു പ്രത്യേക ഗോൾ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തെ ഓർത്ത് എടുത്തിട്ട് നിങ്ങൾക്കത് പറയാം. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ അവരുടെ എന്താണ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഈ അഫർമേഷൻ പറയുന്നത് എന്നുള്ള കാര്യത്തെ ഓർത്തെടുത്ത് അതിനു വേണ്ടിയാണ്, ഇതാണ് എൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലൊന്ന് ഓർത്തതിന് ശേഷം ഈ അഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻ ഞാൻ ഈ ഒരു ഓൺലൈൻ അഫർമേഷൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു അഫർമേഷൻ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടൻ എന്ന് വേണ്ട, ആ ഒരു മോർണിംഗ് ടൈമിൽ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ആ ഡേ ഫുള്ള് നിങ്ങൾക്ക് വെറുതെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കാരണം രാവിലെ നിങ്ങൾ ആദ്യം നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻ തുടങ്ങേണ്ടുന്ന രീതി എന്ന് പറയുന്നത്, എഴുന്നേറ്റ് നിങ്ങൾക്ക് മോർണിംഗ് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയാണോ എങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ അതെന്താണോ ആ ഒരു കാര്യം, അതിനെ കണ്ണടച്ച് ഒന്ന് മനസ്സിൽ നന്നായിട്ട് ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളിന് നിങ്ങളുടെ ഒരു ജോബ് മാനിഫെസ്റ്റേഷന് വേണ്ടിയാണ് ഈ അഫർമേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ജോബ് കിട്ടിയതായിട്ട് കരുതി നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് ഓർത്തെടുക്കുക. ആ ഒരു ജോബ് എനിക്ക് കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിലുള്ള വിഷ്വലൈസേഷൻ കൊടുത്തിട്ട് വേണം ഈ ഒരു അഫർമേഷൻ പറയാൻ. ഇനി ചിലർ മിക്കവരും കേൾക്കുന്നതാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ അക്കാഡമിക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു സ്വഭാവം അവരിൽ രൂപീകരിക്കാനും എനിക്ക് എന്താണ് പറയാൻ പറ്റുകയെന്ന്. അങ്ങനെയുള്ളവർ ആ ഒരു കാര്യം അവർ നന്നായിട്ട് പഠിക്കുന്നതായിട്ടും നല്ല സ്വഭാവമുള്ള കുട്ടികളായിട്ട് വളർന്നു വരുന്നതായിട്ടും ഒന്ന് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് ആ ഒരു കാര്യത്തെ മനസ്സിൽ നന്നായിട്ട് ഓർത്തെടുക്കുക. ശേഷം ഒരു വട്ടം ഞാൻ പറഞ്ഞ ഈ ഓൺലൈൻ അഫർമേഷൻ നിങ്ങൾ പറയുക. അഫർമേഷൻ ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലായ്പ്പോഴും എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എല്ലായ്പ്പോഴും എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു ഓൺലൈൻ അഫർമേഷൻ. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പറയുമ്പോഴും
അവർക്ക് ഉണ്ടാകുന്ന ആ പോസിറ്റീവ് ചേഞ്ച് എന്താണോ അത് നിങ്ങൾക്കും അനുകൂലമാണല്ലേ. അപ്പോൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങളിലുണ്ടാകുന്നതായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ അഫർമേഷൻ സൂചിപ്പിക്കുന്നത്. എല്ലാം ഇപ്പോഴും എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് യൂണിവേഴ്സിലെത്തുന്നത്, യൂണിവേഴ്സ് നിങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധം ശ്രദ്ധിച്ച് എനിക്ക് അനുകൂലമാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു വൈബ്രേഷനാണ് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നതും ആ ഒരു വൈബ്രേഷനാണ് യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതും. ഇത് നിരന്തരമായി നമ്മൾ ഇങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ നമ്മുടെ ഒരു കൺട്രോളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കാരണം പരിപൂർണമായും നിങ്ങൾ വിശ്വസിച്ച് മാത്രം ഇത് പറയുക, എങ്കിൽ മാത്രമേ ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ആ ഒരു കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മനസ്സിലൊന്ന് കരുതി ഈ ഒരു അഫർമേഷൻ ഒരു 3 to 5 ടൈംസ് ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വെറും ഒരു സെൻറ്റൻസ് അല്ല, ഇതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത സ്വാഭാവികമായിട്ടും വളരെ നല്ലൊരു ഊർജം അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ എനിക്ക് ലഭിക്കുന്നുണ്ട്, എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ആത്മാർത്ഥമായാണ് പറയുന്നതെങ്കിൽ ആ ഒരു വൈബ്രേഷൻ ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് അഫർമേഷൻ 1 ടൈം അല്ലെങ്കിൽ 3 ടൈം പറഞ്ഞൊന്ന് നിർത്തിയിട്ട് ഒരു ഡേ വൈസ് ഒക്കെ നിങ്ങൾക്ക് ആ ഡേ ടു ഡേ ആ ഡേ ഫുള്ളും നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ മനസ്സിലൊന്ന് സൈലൻ്റായിട്ട് പറയുക, എല്ലാം ഇപ്പോഴും എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നിങ്ങനെ പറയാൻ ശ്രമിക്കുക. ഇത് ഡെയിലി നിങ്ങൾ ഈ ഒരു ഓൺലൈൻ അഫർമേഷൻ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് ആ ഒരു ഡേയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ടെങ്കിലും അന്നത്തെ ദിവസം കുറച്ചുകൂടി കൂടുതലായിട്ട് അതൊന്ന് ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വളരെ ബുദ്ധിമുട്ടായ ഒരു സമയം, വളരെ ഒരു പ്രതിസന്ധി ഘട്ടം, നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന ഒരു സമയത്തൊക്കെ ഒന്ന് കണ്ണുകളടച്ച് ഞാൻ ഈ പറയുന്ന അഫർമേഷൻ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലൊരു മനോധൈര്യം നമുക്ക് ലഭിക്കും, നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും, കുറേയേറെ പ്രോബ്ലംസ് നമ്മളാൽ നമുക്ക് പരിഹരിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഞാൻ ഈ പറഞ്ഞ ഓൺലൈൻ അഫർമേഷൻ നിങ്ങൾ കഴിയുന്നതും കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എഴുതുന്നവരാണെങ്കിൽ ഒരു 11 ടൈംസൊക്കെ എഴുതുന്നതും നന്നായിരിക്കും. കാരണം എഴുതുമ്പോൾ അത്രയും കൂടെ നമ്മൾ ഫോക്കസോട് കൂടിയായിരിക്കും എഴുതുന്നത്, അത്രയും പവർ കൊടുത്തായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ വേറെ ഒരു തോട്ട്സും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് എഴുതിയാൽ നിങ്ങളൊരു 11 ടൈംസൊക്കെ എഴുതൂ. അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞൊന്ന് ചാൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നുകൂടെ പറയുകയാണ്, എല്ലായ്പ്പോഴും എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ചാൻറ്റ് ചെയ്ത് ഇതാദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് നിങ്ങൾക്ക് തോന്നിയതെന്നൂടെ ഒന്ന് പറയുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.